ഹായ് എവ്രി വൺ, ആർഫ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മികച്ച ഒരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതിന് മുമ്പത്തെ ആഴ്ചകളിലെ വമ്പിച്ച നഷ്ടങ്ങൾ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്തുകൊണ്ട് നല്ല നേട്ടത്തിലാണ് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച അവസാനിച്ചത്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില താഴേക്ക് ഇറങ്ങിയത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതാണ് ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് മാർക്കറ്റിന്റെ മുന്നേറ്റത്തിന് കാരണമായത്. കൂടാതെ FIS വീണ്ടും നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ ബൈങ് നടത്തുന്നുണ്ട് എന്നുള്ളതും വളരെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ US ഡോളറിനെതിരെ ഇന്ത്യൻ റൂപ്പി 95 എന്ന ലെവലിലേക്ക് തിരിച്ചെത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ പല മാർക്കറ്റ് ലീഡിംഗ് കമ്പനികളും അവരുടെ Q1 റിസൾട്ടുകൾ മികച്ച രീതിയിൽ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനോട് നീതി പുലർത്തിക്കൊണ്ട് വന്നതും മാർക്കറ്റിൽ ഒരു കരുത്തായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ മൊത്തം ബ്രോഡ് മാർക്കറ്റ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചിട്ട് കൂടുതൽ ബൈങ് നടന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് പറഞ്ഞ കൂടുതൽ സേഫ് ആയിട്ടുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ ലാർജ് ക്യാപ് മിഡ് ക്യാപ് സ്റ്റോക്കുകൾക്കാണ് മുൻഗണന നൽകിയതെന്ന് അവരുടെ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മൈക്രോ ക്യാപ് പോലെയുള്ള റിസ്ക് കൂടിയ സ്റ്റോക്കുകളിലുള്ള ഒരു സ്പെക്കുലേഷൻ കൂടുതലായിട്ട് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ പൊതുവെ ഒരു ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലേക്ക് കൂടുതൽ ബൈങ് നടന്നതുകൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റാലിയാണ് യഥാർത്ഥത്തിൽ ലാസ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റ് നമ്മൾ കണ്ടത്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സെക്ടറുകളും പോസിറ്റീവായിരുന്നു. കൃത്യമായിട്ടുള്ള സെക്ടർ റൊട്ടേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മീഡിയ പോലെയുള്ള സെക്ടറുകളിലാണ് നല്ലൊരു മുന്നേറ്റം ഉണ്ടായത്. കൂടാതെ മാർക്കറ്റ് അൺസർട്ടനിറ്റികളിൽ ഒരു ഡിഫെൻസീവ് ബെറ്റ് എന്നുള്ള നിലയിൽ നിഫ്റ്റി ഫാർമയിലും നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. അതുപോലെ നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റിയിലൊക്കെ ഒരു മോഡറേറ്റ് ഗെയിനാണ് നമ്മൾ കാണുന്നത്. അതുപോലെ നിഫ്റ്റി ബാങ്ക് വലിയ തോതിൽ താഴോട്ടേക്ക് പോകാതെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നിഫ്റ്റി FMCG വലിയ മുന്നേറ്റം നടത്തിയില്ല. കൂടാതെ നിഫ്റ്റി എനർജി, PSU മേഖലയിലുള്ള സ്റ്റോക്കുകളിലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകളും പ്രധാനപ്പെട്ട ട്രിഗേഴ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇവൻറ്റ് RBIയുടെ MPC മീറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൊമസ്റ്റിക് മാക്രോ ഇവൻ്റാണ് ഈ ഒരു പോളിസി മീറ്റിംഗ്. ഇപ്പോൾ റിസർവ് ബാങ്ക് അവരുടെ പലിശ നിരക്കുകൾ, ഈ റിപ്പോ റേറ്റ് ഏതെങ്കിലും വിധത്തിൽ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. കൂടാതെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ഫ്യൂച്ചർ ഗൈഡൻസും കമൻട്രിയും ഇൻവെസ്റ്റേഴ്സ് ആകാംക്ഷയോടെ ഒറ്റുവെക്കുന്ന ഒരു ഇവൻ്റാണ്. ഇതുകൂടാതെ നെക്സ്റ്റ് വീക്ക് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെയും Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. അതിൽ SBI, ഭാരതി എയർടെൽ, ONGC പോലെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളടക്കം ഏകദേശം 500ഓളം കമ്പനികളുടെ റിസൾട്ടുകൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പല കമ്പനികളുടെയും റിസൾട്ടുകൾ അതാത് സെക്ടറുകളിൽ നല്ല തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന പല സ്റ്റോക്കുകൾ അതിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള GST കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത് 2,11,000 കോടിയിലധികമായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം 15% ഒരു വർധനമാണ്. അപ്പോൾ ഈ കറണ്ട് ഫൈനാൻഷ്യൽ ഇയറിൽ ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മുടെ GST കളക്ഷൻ 2 ലക്ഷം കോടിക്ക് മുകളിൽ കടക്കുന്നത്. അവിടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിൽ ഏകദേശം 10% വളർച്ചയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനുള്ള GST അവിടെ 28% വളർച്ചയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കളക്ഷൻ ഉയർന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയാണോ കാണിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷനിൽ നിന്നുള്ള GST വരുമാനം അത് സൂചിപ്പിക്കുന്നത് രാജ്യത്തിനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നതിനുള്ള നമ്മുടെ ആ ഒരു ജനങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി വർദ്ധിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉയർന്ന ടാക്സ് വരുമാനം വരുമ്പോൾ തീർച്ചയായിട്ടും അത് സർക്കാരിന് റോഡുകൾ, റെയിൽവേ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയിൽ കൂടുതൽ കാപ്പെക്സ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നൽകുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും യഥാർത്ഥ ഉപഭോഗം അതിൻ്റെ വോളിയം കൂടാതെ വില വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ GST കളക്ഷൻ ഉയരാം. അതുപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറക്കുമതി വഴിയുള്ള GST കളക്ഷൻ വലിയ തോതിൽ കൂടിയിട്ടുണ്ട്. നമുക്കറിയാം രൂപയുടെ മൂല്യശോഷണവും അതേപോലെ റോ മെറ്റീരിയൽ കോസ്റ്റിൽ ഉണ്ടായിട്ടുള്ള വർധനവും ആ ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു GST കളക്ഷൻ വർധനവാണ് അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് വിദേശത്ത് നിന്നും വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടാണ് ഈ GST വളരുന്നതെങ്കിൽ അത് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പ്രഖ്യാപിത പോളിസികൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ GST കളക്ഷൻ ഉയരുന്നത് അത് ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉയർച്ച ആണോ അതല്ല യഥാർത്ഥത്തിലുള്ള വോളിയം വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ഉയർച്ചയാണോ എന്നുള്ളത് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം GST കളക്ഷൻ കൂടുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്പെൻഡിങ് വർദ്ധിക്കാൻ സഹായമാകുന്നുണ്ട്. അത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് സഹായകമാകുന്നുമുണ്ട്.
ഇനി നമ്മൾ നെക്സ്റ്റ് വീക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെബി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ക്ലോസിംഗ് ടൈമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ 3 തരത്തിലുള്ള ടൈമിംഗ് ആണ് ഇനി ഉണ്ടാവുക. ഒന്ന് F&O സ്റ്റോക്കുകളുടെ ടൈമിംഗ്, അത് 9:15 മുതൽ ഈവനിങ് 3:15 വരെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് അത് 3:30 വരെയായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ സ്റ്റോക്കുകൾക്കും ഇത് ബാധകമല്ല, F&O സെഗ്മെന്റിലുള്ള സ്റ്റോക്കുകൾക്ക് മാത്രമാണ് അപ്പോൾ ഈ ഒരു പുതിയ ടൈമിംഗ് ബാധകമാവുക. അതുപോലെ F&O ഡെറിവേറ്റീവ് ട്രേഡിംഗ് സമയവും മാറ്റിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം. അത് 9:15 മുതൽ 3:40 വരെ ആണ് ഇനി ഉണ്ടാവുക. അപ്പോൾ അവിടെ 3:30 പകരം 3:40 വരെ ടൈം നീട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ F&O ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾക്ക് മാത്രമാണ് ഈ ഒരു ടൈമിംഗ് ബാധകം. അതായത് നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, അതേപോലെയുള്ള F&O കോൺട്രാക്റ്റുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി F&O സെഗ്മെൻറ്റിൽ ഇല്ലാത്ത മറ്റ് സാധാരണ നോൺ F&O സ്റ്റോക്സ്, അവയുടെ ടൈമിങ്ങിൽ യാതൊരു മാറ്റവുമില്ല. അത് 3:30 PM വരെ തുടരും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ടൈമിംഗ് നമുക്കിനി മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു കാരണമായിട്ട് കാണുന്നത്, മുമ്പ് ഒരു സ്റ്റോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രൈസ് നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ അവസാന 30 മിനിറ്റിലെ ശരാശരി വിലയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് VWAPൻ്റെ അടിസ്ഥാനത്തിലാണ്. VWAP എന്ന് പറഞ്ഞാൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. അപ്പോൾ ഉച്ചയ്ക്ക് 3 മണി മുതൽ 3:30 വരെയുള്ള അവസാന 30 മിനിറ്റിലെ എല്ലാ ട്രേഡുകളും എക്സ്ചേഞ്ച് പരിശോധിക്കുകയും ആ 30 മിനിറ്റിൽ നടന്ന ട്രേഡുകളുടെ വോളിയം വെയ്റ്റഡ് ആവറേജ് കണക്കാക്കുകയും ചെയ്യും. ആ കിട്ടുന്ന ശരാശരി വിലയാണ് ആ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസായിട്ട് ഫൈനലായിട്ട് നമ്മൾ കാണുക, അല്ലാതെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് അല്ല കാണുക. അപ്പോൾ ആരെങ്കിലും അറിയാതെ അല്ലെങ്കിൽ വിലയിൽ ഒരു മാനിപ്പുലേഷൻ കാണിക്കാൻ വേണ്ടി കുറഞ്ഞ വിലക്കോ അല്ലെങ്കിൽ കൂടിയ വിലക്കോ ഒരു ഷെയർ മാത്രം ട്രേഡ് ചെയ്താൽ സ്റ്റോക്കിൻ്റെ വില മൊത്തത്തിൽ മാറിപ്പോകും. ഇത് ഒഴിവാക്കാനാണ് അവസാന 30 മിനിറ്റിലെ വോളിയം കണക്കിലെടുത്തുകൊണ്ട് VWAP പ്രകാരം ക്ലോസിംഗ് പ്രൈസ് മുമ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ 3 മണി മുതൽ 3:15 വരെയുള്ള ആ 15 മിനിറ്റിലെ VWAP അടിസ്ഥാനമാക്കി പ്രൈസ് ബാൻഡ് നിർണ്ണയിക്കുകയും അതിനുശേഷം ഒരു ലേലം വഴി നേരിട്ട് ക്ലോസിംഗ് പ്രൈസ് കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് F&O സെഗ്മെൻറ്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് പ്രൈസ് ഇനി മുതൽ നിശ്ചയിക്കുക. നോൺ F&O സ്റ്റോക്കുകൾക്ക് ഇത് ബാധകമല്ല. അവിടെ പഴയ പോലെ VWAP അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും പ്രൈസ് നിശ്ചയിക്കുക. അപ്പോൾ August 3 മുതലാണ് ഈ ഒരു മാറ്റം മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം F&O സ്റ്റോക്കുകളിലെ പൊസിഷനുകൾ 3:15 മുമ്പ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രോക്കേഴ്സിൻ്റെ സ്ക്വയർ ഓഫ് ടൈം ഇതിനനുസരിച്ച് ചിലപ്പോൾ നേരത്തെ ആകാം. അപ്പോൾ ഏകദേശം 3:35 ഒരു സ്റ്റോക്കിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ക്ലോസിംഗ് വില നമുക്കറിയാൻ സാധിക്കും. അതിനുശേഷം 3:40 വരെ ട്രേഡേഴ്സിന് 5 മിനിറ്റ് സമയം ലഭിക്കുന്നതിനാൽ ഹെഡ്ജിങ്ങും പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടുതൽ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ അവസാന നിമിഷങ്ങളിൽ വലിയ ഓർഡറുകൾ വഴി സ്റ്റോക്കിൻ്റെ വിലകളിൽ വരുത്തുന്ന വലിയ മാറ്റങ്ങൾ, അത് F&O സെഗ്മെൻറ്റിലുള്ള ട്രേഡേഴ്സാണ് ഇത്തരം ഓപ്പറേറ്റർ ഗെയിം കളിക്കുക. അത് ഒഴിവാക്കാനാണ് ഈ രീതിയിലുള്ള ഒരു ചേഞ്ച് SEBI കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിട്ടുള്ള ഈ ക്രൂഡ് ഓയിൽ പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള ഫ്രഷ് ആയിട്ടുള്ള സ്ട്രൈക്കൊക്കെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയതായും ഹോർമസ് സ്ട്രെയ്റ്റ് പൂർണ്ണമായി തുറക്കുന്നതടക്കമുള്ള സമാധാന കരാറിൻ്റെ അടിസ്ഥാന രൂപരേഖയായതായും പ്രഖ്യാപിച്ചത് ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ ഒരു കൂൾ ഓഫ് ഉണ്ടാവാൻ കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ ഒരു സാധ്യതയാണ് മൺഡേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. പെയിൻറ്റ് സ്റ്റോക്കുകളായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, അതുപോലെ ടയർ സ്റ്റോക്കുകളായിട്ടുള്ള MRF, അപ്പോളോ, ബാൽകൃഷ്ണ ഇൻഡസ്ട്രീസ്, അതുപോലെ ഏവിയേഷൻ മേഖലയിലെ ഇൻഡിഗോ എയർലൈൻസ്, അതുപോലെ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള BPCL, HPCL, IOC, ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈങ് സാധ്യതയുണ്ട്. കൂടാതെ ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിലും ഇത് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികളായിട്ടുള്ള ONGC, ഓയിൽ ഇന്ത്യയിൽ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കും. കൂടാതെ ഈ യുദ്ധ അന്തരീക്ഷം ഉള്ളപ്പോൾ ആളുകൾ ഒരു സേഫ് ഹെവൺ എന്നുള്ള നിലയ്ക്ക് സ്വർണ്ണത്തിലേക്ക് പണം വെക്കാറുണ്ട്. അപ്പോൾ ഈ സംഘർഷ സാധ്യതകൾ കുറയുകയും സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയും ചെയ്യുമ്പോൾ സ്വർണ്ണവിലയിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഈ ഒടുവിൽ ട്രംപ് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമാണ്. ഇപ്പോൾ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ള റെസ്പോൺസ് വരേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു സമാധാന കരാറിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ അനുകൂലമായ തുടർ വാർത്തകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല റാലി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. എന്നാൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടായാൽ മാർക്കറ്റിൽ ഒരു വോളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയും വരും. ഇതുകൂടാതെ നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ് FIAs തുടർച്ചയായിട്ട് അവരുടെ ഫണ്ട് പിൻവലിച്ചു കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു.
എന്നാൽ ഇപ്പോൾ ജൂലൈ മാസം നമ്മൾ പരിശോധിച്ചാൽ ഈ ഒരു സെല്ലിങ്ങിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണാം. പല ദിവസങ്ങളിലും FIAs നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ 4 ട്രേഡിംഗ് ഡേ അവർ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം 5778 കോടിയുടെ ഒരു നെറ്റ് സെല്ലിങ് മാത്രമാണ് FIA നടത്തിയത്. ഇത് 2025 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും കുറവ് FIA സെല്ലിംഗ് ആണ്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിൽ അനുകൂലമായ അന്തരീക്ഷം ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ITCയുടെ റിസൾട്ടുകൾ പരിശോധിച്ചാൽ ആ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ താഴെയാണ് വന്നിട്ടുള്ളത്. ഇയർ റവന്യൂവിലും പ്രോഫിറ്റിലും നല്ല ഇടിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു സെൽ ഓഫ് ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ അവിടെ വലിയൊരു ക്രാഷ് ITCയിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം അവരുടെ FMCG സെഗ്മെൻറ്റിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നോൺ സിഗരറ്റ് FMCG ബിസിനസ് ആയിട്ടുള്ള ഫുഡ്, ഡയറി, സ്നാക്സ് ഈ മേഖല നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ ക്ലൗഡ് കിച്ചൺ പോലെയുള്ള അവരുടെ പുതിയ ഇന്നോവേറ്റീവ് മേഖലകളിലും നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ സിഗരറ്റ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇടിവാണ് സ്റ്റോക്ക് പുറകോട്ട് പോകാൻ കാരണം. അപ്പോൾ ITC പോലെ വലിയ മാർക്കറ്റ് ക്യാപ്പുള്ള വലിയ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ക്വാർട്ടറിൽ ഉണ്ടാകുന്ന തിരിച്ചടി സ്റ്റോക്കിനെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അവിടെ വലിയ ഫണ്ട് ഹൗസുകളും അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സും ഇത്തരം ഇടിവുകളിൽ കുറഞ്ഞ വിലയിൽ ഈ സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു അവസരമായിട്ട് കാണാറുണ്ട്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലുള്ള റവന്യൂവിൽ ഒരു വർധന നമുക്ക് ഈ റിസൾട്ട് കാണാൻ കഴിയും. അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന കൂടിയാണ്. എങ്കിലും ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു വോളറ്റിലിറ്റി നമുക്ക് കാണേണ്ടി വരും. എന്നാൽ ലോങ് ടേമിൽ ഒരു ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയിലും ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയിലും വലിയൊരു ക്രാഷ് നമുക്ക് ITCയിൽ കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ലെവലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 24,430 അത് കഴിഞ്ഞാൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവൽ 24,530 തേർഡ് റെസിസ്റ്റൻസ് 24,650 ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ലെവലുകൾ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ലെവലുകൾ മറികടക്കുക എന്നുള്ളതാണ് നിഫ്റ്റിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വെല്ലുവിളി. ഇനി സപ്പോർട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 24,300 ഒരു പ്രധാന സപ്പോർട്ട് ലെവലായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 24,150 അത് കഴിഞ്ഞാൽ മേജർ സപ്പോർട്ട് 24,000 അപ്പോൾ നിഫ്റ്റിയുടെ ഒരു റേഞ്ച് നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് 24,300 24,650 ഇടയിലൊക്കെ ആയിരിക്കാം. അപ്പോൾ മറ്റ് നെഗറ്റീവ് വാർത്തകളില്ലെങ്കിൽ ഈ ലെവലുകൾ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.